അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങയില തോരനാണ്. അതിന് ഞാൻ മുരിങ്ങയില തണ്ടോടെ പൊറിച്ചെടുത്തു. അതിൽ നിന്ന് ഞാൻ എന്നിട്ട് ഇല മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുത്തു. തണ്ട് ഒഴിവാക്കിയിട്ട് തണ്ട് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചെറിയ കയ്പുണ്ടാവും. അങ്ങനെ മുരിങ്ങയിലെല്ലാം സെപ്പറേറ്റ് ആക്കി എടുത്തതിന് ശേഷം ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചു. പിന്നെ അതിനാവശ്യമായിട്ടുള്ള തേങ്ങ അതിലേക്ക് ഇട്ടു. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ്, ഇതെല്ലാം കൂടിയിട്ട് ഞാൻ നന്നായി മിക്സ് ചെയ്തു. എന്നിട്ട് അതിന് ശേഷം ഞാൻ അതിനെ പാകം ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൽ ആവശ്യമായിട്ട് ഇപ്പം മുരിങ്ങയില വേവാൻ കുറച്ച് അധികം വെള്ളം വേണം. സാധാരണ എല്ലാ തോരൻ വെക്കുന്നതിനേക്കാളും കുറച്ച് വെള്ളം അധികം വേണം. അത് നന്നായി നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പം അതിന് വേണ്ട വെള്ളവും ചേർത്തിട്ട് ഞാനത് അടുപ്പത്തേക്ക് വെച്ചു. അപ്പോൾ അത് ഒരു ഹാഫ് ബോയിൽ ആകുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ടു. എന്നിട്ട് അതവിടെ പിന്നെയും ഡ്രൈ ആവാൻ വേണ്ടി വെച്ചു. അപ്പോഴേക്കും ഞാൻ അതിന് കടുക് താളിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് വറ്റൽമുളകും കുറച്ച് കടുകും കൂടിയിട്ട് ഞാൻ അതിലേക്ക് അപ്പം മുരിങ്ങ ഇല നന്നായിട്ട് ഡ്രൈ ആയത് വെള്ളമൊക്കെ വറ്റി അതിലേക്ക് ഞാൻ കടുക് താളിച്ച് വെച്ചു. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി തോരനായി. ഇത് നല്ല നാടൻ തോരനാണ് കേട്ടോ.